നിങ്ങൾ ഒരിക്കലെങ്കിലും സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ എന്തായിരിക്കും ഉള്ളത് എന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? വളരെയധികം നിഗൂഢമായിട്ടുള്ള, വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സോൺ ആയിട്ടാണ് സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളെ നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ മനുഷ്യന് ചെന്നുപെടാൻ കഴിയാത്ത വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സോൺ ആയിട്ടാണ് നമ്മൾ സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെയധികം ഭീകരമായിട്ടുള്ള ഒരുപാട് ജീവികൾ സമുദ്രത്തിന്റെ അങ്ങേയറ്റത്തിൽ ആഴങ്ങളിലായിട്ട് ജീവിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് സയന്റിസ്റ്റുകളുടെ പഠനങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏകദേശം 1 വർഷം മുൻപ് സമുദ്രത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ മാത്രം കണ്ടുവരുന്ന, സാധാരണയായി സമുദ്രത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത ഒരുപാട് ജീവികൾ കരയ്ക്കടിഞ്ഞതായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ 1 വർഷം മുൻപ് വരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തില് വളരെയധികം റെയർ ആയിട്ട് കരയിൽ കാണപ്പെടുന്ന ജീവികൾ കരയ്ക്കടിഞ്ഞതോട് കൂടിയിട്ട് എന്തോ ഒരു വലിയ വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് ന്യൂസുകളായിരുന്നു ലോകമെമ്പാടും സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് മറ്റൊരു പേര് ഏറ്റവും കൂടുതലായിട്ട് ലോകം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മലകളേക്കാൾ വലിപ്പമുള്ള ഒരു ജീവി. മനുഷ്യന് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്ത് പോലും തകർക്കാൻ കഴിയാത്ത, ആയുധങ്ങൾക്ക് തൊടാൻ കഴിയാത്ത, ഓഷ്യനെ പോലും പൂർണ്ണമായിട്ട് വിഴുങ്ങാൻ കഴിവുള്ള ഒരു വലിയ ഭീകര സത്വം. ബൈബിളുകളിലും പുരാണ കഥകളിലും ഈ ഒരു വലിയ സത്വത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതിഹാസ കഥകൾ അവനൊരു പേര് നൽകിയിരുന്നു: ലെവിയാഥാൻ.